ഈ കാണുന്ന കുടിലുകൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി എത്തിയ ആളുകളുടെ വീടുകളാണ്. അതിലൂടെയാണ് നമ്മളിപ്പോൾ ഈ വിഷ്വൽസ് എടുത്ത് നടന്നു പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. ജിയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി സ്റ്റേ ചെയ്തൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി നമ്മൾ വണ്ടി കയറി ലിഫ്റ്റ് കിട്ടി. ഒരു ട്രക്കിന്റെ ബാക്കിലാണ് കിട്ടിയത്, ബാക്ക് സൈഡാണ്. ചാടി കയറി ഒന്നും നോക്കിയില്ല. അവരോട് ഞാൻ പറഞ്ഞു ഓൾ ഇന്ത്യ ട്രിപ്പാണ്, ഞങ്ങൾക്ക് കാശ്മീരിലേക്കാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ കയറാൻ പറഞ്ഞു ഗൈസ്. അപ്പൊ കയറിയതാ പോയോണ്ടിരിക്കാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, കീപ് വാച്ചിങ്. എന്നാ ആശിവേ ഇങ്ങോട്ട് അപ്പൊ ഗൈസ്, ഇത് പച്ചക്കറി വണ്ടിയാണ്. അപ്പൊ ഈ പച്ചക്കറി വണ്ടിയിലാണ് നമ്മൾ കയറി. എന്ത് വണ്ടിയായാലും കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ചായ പോലും കുടിച്ചില്ല. അപ്പോൾ പഞ്ഞുണ്ട്, ഇവിടുത്തെ പഞ്ഞുണ്ട്. ഇത് വാങ്ങിച്ചാണ് നമുക്ക് പഞ്ഞും അച്ചാറും കൂടി കഴിക്കാം. അച്ചാറാണിത്. എന്ത് അച്ചാറാണാവോ, അത് കൂടി കഴിക്കാം. ഇങ്ങനെ തേക്കുക. മുളക്, ആ മുളക് ഇട്ടോ, മുളക് വേണമെങ്കിൽ കേട്ടോ. ഇതോ ജിയാദ് എന്തോ സാധനം മേടിക്കാൻ വേണ്ടി പോയതാണ്. ഇവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനം മേടിച്ചടാ. കിട്ടിയോ സാധനം? കിട്ടിയോ? 30 രൂപ വേണ്ട, നമുക്ക് അവിടുന്ന് മേടിക്കാം. ഡ്രൈവറോടെ? ഡ്രൈവറ് ഇവർ ചായ കുടിക്കാൻ ഇറങ്ങിയതാ? വാങ്ങി കൊടുത്തോ? നമ്മൾ യാത്ര ചെയ്ത വണ്ടിയുടെ പുറകിൽ ഇപ്പോൾ കുറേ ആളുകൾ കയറി തുടങ്ങി. ഇപ്പോൾ എല്ലാവരും ലിഫ്റ്റ് ചോദിച്ചാണ് കയറുന്നത്. കാരണം ഇവിടെ ബസ് ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ, ബുക്കിംഗ് ഒക്കെ ചെയ്യണം. ബസ് നിരന്തരമായിട്ട് നമ്മളവിടുത്തെ പോലെ ഒന്നും ബസ് കിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഇവിടെ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ വണ്ടി കയറിയിട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഗുജറാത്തിലെ വഡോദര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഹിച്ചാക്ക് ചെയ്ത് ഒരു വണ്ടി കയറി. അതിൻ്റെ ബാക്കിലാണ് നമുക്ക് ഇത് കിട്ടിയത്. ബാക്കിൽ കയറാനാണ് പറഞ്ഞത്. അങ്ങനെ യാത്ര തുടർന്ന് വന്ന് നമ്മൾ അഹമ്മദാബാദ് എത്തി. ഇനി അഹമ്മദാബാദിലെ ചിലോദ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വരെയുള്ളൂ ഈ വണ്ടി. ഇനി അവിടുന്ന് അങ്ങോട്ട് നമ്മൾ പുതിയൊരു വാഹനം കണ്ടെത്തണം. അപ്പോൾ യാത്രയിൽ ഉടനീളം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇവരെ നമ്മുടെ യാത്രയിൽ കണ്ടുമുട്ടിയതാണ്. നമ്മൾ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിക്കുന്ന സമയത്ത് ഇവർ വന്നിട്ട് മലയാളികളാണോ എന്ന് വെച്ചു. നമ്മൾ ഹിന്ദി സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന കാരണം അവർ പെട്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇവരെ സമ്മതിക്കണം. ഇവർ ഫുൾ സൈക്കിൾ എടുത്താണ് ഇറങ്ങിയിട്ടുള്ളത്. പാലക്കാടിൽ നിന്നാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇവർ 2 പേരും ഇപ്പോൾ 1 മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇവരങ്ങനെ യാത്ര ചെയ്യാണ്. നമ്മളെ പോലെ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിക്കുന്നതല്ല, ഇവർ സൈക്കിൾ തന്നെ. അവർ സ്റ്റേ ഒക്കെ ചെയ്ത് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവരെ സമ്മതിക്കണം കേട്ടോ. ഇവരെ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ത്രില്ലാണ്. അപ്പോൾ അവരോട് നമ്മൾ കുറേ നേരം സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞ് അങ്ങനെ ഇവരിപ്പോൾ നമ്മൾ പോകുന്ന അതേ റൂട്ടിലൂടെ തന്നെയാണ് പോകുന്നത്. വിനീത്, ശരത്ത് എന്ന് പറഞ്ഞ 2 ബ്രോസാണ് ഇവർ രാജസ്ഥാൻ കേന്ദ്രമാക്കിയിട്ടാണ് ഇവരുടെയും യാത്ര. അപ്പോൾ നമ്മളെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞവർ. അപ്പോൾ അവരോട് സംസാരിച്ചത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടോ. പിന്നെ നിങ്ങൾ ഈ സൈക്കിൾ കണ്ടോ, പഴയ മോഡൽ സൈക്കിളാണ്. പിന്നെ ഇവരുടെ കയ്യിൽ പമ്പൊക്കെ ഉണ്ട്. അവരിവിടുന്ന് കാറ്റൊക്കെ അടിച്ച് റീഫിൽ ചെയ്തിട്ടാണ് ഇവരിവിടുന്ന് പോകുന്നത്. അപ്പോൾ എന്തായാലും അവരെ കണ്ടുമുട്ടിയത് സന്തോഷം. അപ്പോൾ നിങ്ങളൊക്കെ ഇവരുടെ ഇൻസ്റ്റാ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാം. നമുക്ക് അടുത്ത വണ്ടിക്ക് ലിഫ്റ്റ് ചോദിക്കേണ്ട ഒരു സ്ഥലം നോക്കിയിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ രാജസ്ഥാനിലായിട്ടുള്ള ഹൈവേയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഹിച്ച് ഹൈക്കിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആരും നിർത്തുന്നില്ല.
ഭയങ്കര വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിലാണ്. വണ്ടികളൊന്നും നിൽക്കുന്നില്ല ഗൈസ്, നിൽക്കുന്നില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. പക്ഷേ ഇപ്പോൾ ഒരു വണ്ടി നിർത്തുന്നില്ല, എന്താണെന്നറിയില്ല. ഒരു വണ്ടി കൈയാട്ടി നിർത്തുന്നില്ല. ഒരു വണ്ടി നിർത്തിയില്ല എന്നാണ് കേട്ടോ പോയി. പറ്റിച്ചു ഗൈസ്, പറ്റിച്ചു. അപ്പോൾ മൂഞ്ചില്ലേ? അപ്പോൾ അടുത്ത വണ്ടിക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് കറിയുക, കട്ട വെയിറ്റിംഗ്. ഉണ്ടോ, നമ്മൾ നിൽക്കുന്നത് ചുട്ടു പൊള്ളുന്ന ഹൈവേയിലാണ്. ഇവിടെ 40 ഡിഗ്രി ചൂട്. എത്ര 34? ഇവിടെ 34 ഡിഗ്രി അല്ലേ? 34 ഡിഗ്രി ചൂടുണ്ട് ഇപ്പോൾ. രാത്രി തണുപ്പായിരിക്കും അല്ലേ? ഈ ചൂടിനനുസരിച്ച് രാത്രി ഭയങ്കര തണുപ്പായിരിക്കും. ഇനിയുള്ളത് അങ്ങോട്ട് തണുപ്പ് കൂടി വരാൻ പോവാണ്. നമുക്ക് ഇവിടുന്ന് ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. കയറ്റുമെന്ന് ചോദിച്ചിട്ട് ചമ്മിയിട്ട് വരാട്ടോ. ഞാൻ പോയിട്ട് ചമ്മൽ നമുക്കിപ്പോൾ ഒരു പ്രശ്നമല്ലാതെ പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ ചമ്മാൻ പോവാണ്. ആസിഫ് ഓടി ഒരു വണ്ടി നിർത്തി ഗൈസ്, ഓടിപ്പോയി നിർത്തി. പോകുന്നുണ്ടോന്ന് അറിയില്ല. എന്തായി, ആസിഫാണോ ചമ്മാൻ പോവാണോ ഞാനാണോ ചമ്മാൻ പോകണമെന്നൊന്നും അറിയില്ല. ഏതായാലും രണ്ടാളും ഒരുമിച്ച് ചമ്മാൻ സാധ്യതയില്ല. അവൻ ചമ്മണ നോക്കും, ഞാൻ ഒന്ന് പോയി കാണട്ടെ ഗൈസ്. കിട്ടി ഗൈസ്, കിട്ടി, വണ്ടി കിട്ടി ഗൈസ്. ആ ഡോറ് തുറക്കൂലേ ഗൈസ്, അപ്പോൾ അപ്പുറത്ത് കൂടെ പോകേണ്ടി വരും തോന്നുന്നുണ്ട് ഗൈസ്. എന്തായാലും എന്തായാലോ आशिफ है राजस्थान में जाएगा, राजस्थान और नेशनल हाईवे जाएगा किधर, कितने किलोमीटर? 40 किलोमीटर. അപ്പോൾ ഇവർ പോകുന്നില്ല, 1 കിലോമീറ്റർ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ചമ്മിയപ്പോൾ ചമ്മി ഗൈസ്, ഞങ്ങൾ രണ്ടാള് ചമ്മി ഗൈസ്. ആശിഫ് ഇല്ല കുഴപ്പമില്ല, മൂപ്പര് 2 കിലോമീറ്റർ വരെ പോകേണ്ടി വന്നു. നമുക്ക് ഇവിടുന്ന് അടുത്ത വണ്ടിക്ക് കൈയാട്ടി ചമ്മാൻ പോട്ടെ. രാജസ്ഥാൻ ഒന്നും നിർത്തുന്നില്ല ഗൈസ്. അപ്പൊ ഇനി അടുത്ത വണ്ടിക്ക് നോക്കാം. ഇനി അടുത്ത വണ്ടി വരുന്നുണ്ട്, അത് കൈയാട്ടി നോക്കട്ടെ. നിർത്തുന്നില്ല, ഇല്ല നിർത്തിയില്ല. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ നമുക്ക് ഇതന്നെ തുടരണം, ഈ പരിപാടി തന്നെ. നടക്കാനൊന്നും പറ്റില്ല, അത് നീളത്തിലുള്ള റോഡല്ലേ, നമ്മളെങ്ങനെ നടക്കാൻ? അപ്പോ ഇതാ ടേക്ക് റെസ്റ്റ് ആഫ്റ്റർ സം ടൈം. വണ്ടികളൊന്നും നിർത്തുന്നില്ല, ചൂട് കൂടി വരികയാണ്. നമുക്ക് കുറച്ച് വെള്ളം കുടിക്കട്ടെ, കുറച്ച് വെള്ളം കുടിച്ചിട്ടാവാം. ഓ, വെള്ളം എത്ര കുടിച്ചാലും മതിയാവില്ല. പക്ഷെ രാത്രി ഇതിൻ്റെ ഡബിൾ ഇരട്ടി തണുപ്പുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇപ്പോൾ കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് ലിഫ്റ്റ് ചോദിക്കാം. ഇപ്പോൾ വണ്ടികളൊന്നും അമർന്നാണ് കാണുന്നത്. എന്തായാലും ലിഫ്റ്റ് അടിച്ചല്ലേ നമ്മൾ ഇത്ര ദൂരം എത്തിയത്, ഇനിയും നമ്മൾ ലിഫ്റ്റ് അടിച്ച് തന്നെ പോകും. അപ്പോൾ നോക്കാം. ഇന്ന് രാവിലെ ചായ ഒന്നും കഴിച്ചില്ല. അന്ന് രാവിലെ ഒരു ബണ്ണാണ് കഴിച്ചത്, ബണ്ണും അച്ചാറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ടയർഡുണ്ട്, വെള്ളം കുടിച്ച് വയറ് ഇറക്കാനാണ്. നമ്മളിവിടുന്ന് വരുന്ന വഴിയിലെ കുറേ മലയാളികൾ കണ്ടു. അതിൽ നമ്മളെ ഒരു വണ്ടി ഫുൾ സൈക്കിളിൽ വന്ന ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഭയങ്കര ഈ ചൂടത്ത് അവരെ സമ്മതിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ അടുത്ത ലിഫ്റ്റ് ചോദിക്കാൻ പോവാണ് ഗൈസ്. ഇല്ല, പോകുന്നില്ല. രക്ഷാ ഗൈസ്, ആ ലോഡ് അതിൻ്റെയാണ്, അത് പോയി. അപ്പോൾ ഇനി അടുത്തത് വീണ്ടും നോക്കാം. നമ്മളിപ്പോൾ 2500 കിലോമീറ്റർ അതിൽ ഒരു 1500 കിലോമീറ്ററൊക്കെ നമ്മൾ ഇച്ചാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ശരി, ഞാനേതായാലും പോയി ഇച്ചാക്ക് ചെയ്യട്ടെ. ഒരു സൈക്കിൾ വരുന്നുണ്ട്, വെറുതെ ഒന്ന് ഇച്ചാക്ക് ചെയ്തോ. സൈക്കിള് വരെ നിർത്തുന്നില്ല, എന്തൊരവസ്ഥ, ദാരുണമായ അവസ്ഥയാണ് ഞങ്ങൾക്ക്. ഇന്ന് സൈക്കിള് വരെ നിർത്തുന്നില്ല ഗൈസ്.
അപ്പോൾ നമുക്കിനി എന്തായാലും വണ്ടി നിർത്തിയിട്ട് തന്നെ ഞാൻ അടങ്ങുള്ളൂ. ചോദിച്ചു നോക്കട്ടെ പോവാന്നറിയില്ല. राजस्थान पे हाँ जाएगा तू इधर से. അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് ലിഫ്റ്റൊക്കെ ചോദിച്ച് കുറേ വണ്ടി കൈയാട്ടി ലാസ്റ്റ് ഞങ്ങൾ ചമ്മി പോയി. അപ്പോൾ ചമ്മലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളുടെ മുഖം ഒന്ന് കണ്ടോളൂ. അതൊക്കെ കഴിഞ്ഞ അവസാനം നമുക്ക് സുൽഫിക്കർ ബായ് എന്ന് പറഞ്ഞ ആളെ നമുക്ക് വണ്ടി നിർത്തി തന്നു. ഞങ്ങൾ കയറുന്നവരെ വെയിറ്റ് ചെയ്ത ആള് വെള്ളമൊക്കെ കുടിക്കാൻ പറഞ്ഞു. നല്ല അച്ഛ ആത്മീയാണ് നമ്മുടെ സുൽഫിക്കർ ബായ്. ഡ്രൈവിംഗ് ആണ്. അപ്പോൾ ഡ്രൈവറാണ് ആള്. അപ്പോൾ പുള്ളിയുടെ കൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്നും ചിലോദ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ മെയിനായിട്ട്. അവിടെ ജംഗ്ഷൻ ഉണ്ട്, അതുവരെ ഈ വണ്ടി പോകുള്ളൂ തോന്നുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ടത് രാജസ്ഥാനിലേക്കാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അതായത് നമ്മൾ നോക്കാം ഏതൊരു പോകാൻ പറ്റും നോക്കാം. അപ്പോൾ അതുവരെ ചിലോദൻ്റെ മുമ്പിൽ ഏതെങ്കിലും നല്ല ഏരിയ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങാം. ചിലോദ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഗ്രാമഭംഗി ഉള്ള സ്ഥലം കാണാൻ നമ്മൾ അവിടെ ഇറങ്ങും. അവിടെ ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ യാത്ര തിരിക്കും. അപ്പോൾ നോക്കട്ടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ നോക്കട്ടെ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇതിലും ഒരു കഷ്ടപ്പാടുണ്ട്. കാരണം നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഓരോ വണ്ടിക്കും കൈകാണിക്കുമ്പോൾ അതിൻ്റെ പ്രതികരണം എന്താണ് എന്നുള്ളതൊക്കെ ഒരുപാട് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇതായത്. പിന്നെ നല്ല ചൂടും വെയിലും ഞങ്ങളുടെയൊക്കെ ഫേസ് കണ്ടാൽ തന്നെ എനിക്കറിയാം. വരുന്ന ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുമ്പോൾ എനിക്കറിയാം ഒരുമാതിരി കരിമീൻ ഫ്രീ കൂടെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടെന്ന് വെച്ചാൽ ഡയറ്റിങ് ആണ് ഇപ്പോൾ മെയിനായിട്ട്. ഫുഡൊന്നും വല്ലാണ്ടില്ല. അപ്പോൾ ശരീരത്തിലും വിയർപ്പൊക്കെ ഒഴുകിപ്പോയി. ഇപ്പോൾ വയറൊക്കെ കമ്മിയായി, തടി കുറേ കമ്മിയായി. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ നല്ലൊരു ബെറ്ററായിട്ടുള്ള അനുഭവമാണ് അതൊക്കെ. പിന്നെ ഇതിൻ്റെ സൈഡിലൂടെ നമ്മൾ നോക്കി കാണുമ്പോൾ നിങ്ങൾ ആരിറങ്ങി പുറപ്പെടുകയാണെങ്കിലും ഇങ്ങനത്തെ വീഡിയോ കണ്ട് ഒരാളെ അനുകരിച്ച് ഒരാളെ ഇൻഡിപെൻഡൻ്റ് ചെയ്യരുത്. നമ്മളതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് ഓരോരുത്തർ വന്ന് നമ്മളെ തട്ടി കയറുന്നു. അതൊന്നും നമ്മൾ വിഷ്വൽസ് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് എടുക്കാത്തത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ ഒരു ഓവറായിട്ട് വലിച്ചു നീട്ടി പറഞ്ഞ് ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വന്ന വണ്ടി ശിലോദ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനിൽ നിർത്തി. അപ്പോൾ അവിടുന്ന് പുള്ളി നമ്മളോട് യാത്രയൊക്കെ പറഞ്ഞ് പുള്ളി യാത്രയായി. അപ്പോൾ നമ്മൾ നല്ല ഒരു മനുഷ്യനായിരുന്നു, നല്ലൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഇത് ഗുജറാത്തി ട്രഡീഷണൽ ഡ്രസ്സാണ്. ഇതാണ് ശരിക്കും ഗുജറാത്തിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ ടൗണാണ്, ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് ഈ ടൗണ്. ഇവിടുന്ന് നിങ്ങൾക്ക് ഈ ബോർഡ് കണ്ടാലറിയാം, ഇവിടുന്ന് ഡൽഹി 855 കിലോമീറ്ററാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി കിട്ടി, അതിലാണ് നമ്മുടെ അടുത്ത യാത്ര. ഓക്കെ, നമ്മൾ 100 किलोमीटर 100 नहीं, टुडे 10 किलोमीटर टुडे पूरा 100 किलोमीटर पूरा डेली हम 100 वीडियो बनाते वीडियो भाई आई बोलो भाई सब यूट्यूब में आएगा मेरा वीडियो. അപ്പോൾ നമുക്ക് ചിലോദയിൽ നിന്നും കിട്ടിയ വണ്ടി നാഗാലാൻഡിലേക്ക് പോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ആസിഫ് ചോദിച്ചു നമുക്ക് നാഗാലാൻഡ് പിടിച്ചാലൊന്നും. അപ്പോൾ അത് വേറൊരു ഭാഗത്തേക്കാണ്. നമ്മൾ കാശ്മീരിൻ്റെയൊക്കെ എത്രയോ ഡിഫറൻ്റുള്ള ഭാഗത്താണ്, ഹൈ റേഞ്ചാണ്, നമുക്കൊക്കെ അറിയാം. മറ്റേ മേഘാലയ, നാഗാലാൻഡ് ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നല്ല ലോങ് ട്രിപ്പാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഇപ്പോൾ ഉദയ്പൂർ പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടുന്ന് ഒരു 230 കിലോമീറ്റർ ഉണ്ട്, അവിടേക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നല്ലൊരു കിട്ടലാണ് കേട്ടോ കിട്ടിയത്. നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ 4 മണിക്കൂർ നിന്ന് ലിഫ്റ്റ് ചോദിച്ചു, പക്ഷേ ലിഫ്റ്റ് കിട്ടിയില്ല, ഒരു വണ്ടി നിർത്തിയില്ല. ആ 4 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മളെ പൈസ നമുക്ക് ലിഫ്റ്റ് തന്നു. ഇതവിടെ ഒരു പൈസ ഉണ്ട്, ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു, നമുക്ക് വണ്ടി കിട്ടി. അപ്പോൾ സമാധാനം.
ഇപ്പോൾ നമ്മൾ ഉദയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ അവർ നമ്മളെ ചായ കുടിക്കാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുന്ന രംഗമാണ് കാണുന്നത്. അപ്പോൾ അവരെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ കുറച്ച് വിഷ്വൽസൊക്കെ എടുക്കുകയാണ് ഗൈസ്. ഇതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പുള്ളിയുടെ മകനോട് ഞാൻ കുറച്ച് നേരം സംസാരിച്ചു. संजू मेरा दोस्त है। हाँ, संजू और कुमार और सुबिन पूरा आदमी केरला से। ये वो केरला से, यहाँ किधर से है, केरला में कौन से स्टेट से वो मालूम नहीं। हम लोग सऊदी में थे, तो मैं उसको, उसके भाई का सुबिन नाम है, उसको मैं मैसेज मैसेंजर पे लगाता हूँ, पर वो उधर रिंग जाती नहीं है। मैंने अपना नंबर भी, कांटेक्ट नंबर दिया, वो उधर से मेरे को कॉल ही नहीं करता। ठीक है तुम्हारा नंबर बोलो। मेरा नंबर 8948900734। ഓക്കെ. हाँ, അപ്പോൾ പുള്ളിയുടെ പേര് അക്തർ ഖാൻ എന്നാണ്. മൂപ്പര് നമ്മളോട് സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയില്ല. അവർ പറയുന്നത് എന്താണെന്നറിയോ, മൂപ്പരുടെ കൂടെ സൗദിയിൽ വർക്ക് ചെയ്ത 3 മലയാളി ഫ്രണ്ട്സുകളുണ്ട്. അവർ കേരളത്തിൽ എവിടെയാണ് എന്താണ് എന്നൊന്നും അറിയില്ല. 3 കൊല്ലമായി അവരെ വിട്ട് പിരിഞ്ഞ് വന്നിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ അവരുടെ പേരുകളൊക്കെ പുള്ളി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയുക എന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. എങ്ങാനും അവരുടെ ശ്രദ്ധയിൽ ഈ വീഡിയോ കാണുകയാണെങ്കിൽ പുള്ളീനെ കോൺടാക്ട് ചെയ്യാം. ഫ്രണ്ട്ഷിപ്പ് അത് വല്ലാത്തൊരു അനുഭവമാണ്, വല്ലാത്തൊരു സംഭവമാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നെത്തിയാലും നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് അനുഭവം മറക്കാൻ കഴിയില്ല എന്ന് പുള്ളിയുടെ സംസാരത്തിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. പിന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യൂ. പിന്നെ പുതുപുത്തൻ വീഡിയോസും എപ്പിസോഡൊക്കെ എൻ്റെ ചാനലിലുണ്ടാവും. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി കാണും വരെ താൽക്കാലികമായി ഇവിടെ ചോദിക്കുന്നു. ബൈ ബൈ.